പരിശുദ്ധ അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മുടെ ഒരുക്കത്തിൻ്റെ 17ാമത്തെ ദിവസമാണ്. ഈ ഒരുക്കത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സഹായം നാം പ്രാപിച്ചു. വലിയൊരു സമൂഹമായി, അമ്മയുടെ മക്കളായി നാം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരുക്കം കുറെ കൂടി തീവ്രമാക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ജീവിതത്തെ പടുത്തുയർത്താൻ, ഉറച്ച അടിസ്ഥാനത്തിൽ പടുത്തുയർത്താനുള്ള ആ ഒരു പരിശ്രമത്തിലാണ്. അതിന് ദൈവസന്നിധിയിൽ കൂടുതൽ സമയം ചിലവഴിക്കാൻ നമുക്ക് സാധിക്കണം എന്ന് നാം ധ്യാനിച്ചു. എന്നാൽ ഈ ജീവിതത്തെ പടുത്തുയർത്തുന്നതിന് തടസ്സമായി നിൽക്കുന്ന മേഖലകളിലേക്ക് നമുക്ക് കടന്നു വരാൻ ഈ ദിവസം നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. സ്നേഹം കൊണ്ട് നാം ഓരോരുത്തരും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഓരോ ദിവസവും മുഴുവൻ ജപമാല ശുശ്രൂഷയുടെ ഭാഗമാണ്. ഒന്നാമത്തെ ദിവ്യരഹസ്യം മാത്രം നമുക്ക് ഒന്നായി ഈ ശുശ്രൂഷയുടെ ഭാഗമായി ചൊല്ലും. ആ ജപമാല നിങ്ങൾ വ്യക്തിപരമായും കുടുംബമായും പൂർത്തിയാക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. അവിടുത്തെ വലിയ സ്നേഹവും കരുണയും പ്രകടമാക്കി. ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ, ഒന്നാമത്തെ രഹസ്യം ധ്യാനിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകൾ നമുക്ക് ആരംഭിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ അമ്മേ, എൻ്റെ ആശ്രയമേ,
എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധയമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധയമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധയമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധയമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധയമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധയമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധയമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധയമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധയമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്നു നിറയണമേ. എന്നിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്നു നിറയണമേ. എന്നിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്നു നിറയണമേ. എന്നിൽ വന്ന് നിറയണമേ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ. യേശു പ്രതിവചിച്ചു, ദൈവത്തിൽ വിശ്വസിക്കുക. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവന് അത് സാധിച്ചു കിട്ടും. അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവീൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവീൻ. അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മളുടെ കുറവുകൾ കണ്ടെത്താനുള്ള പരിശ്രമമാണ് നമ്മുടെ ജീവിതത്തെ അതിൻ്റെ ബലഹീനതകളോടുകൂടി മനസ്സിലാക്കാനുള്ള പരിശ്രമത്തിലാണ് നാം ഓരോരുത്തരും. പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു പ്രകാശത്തിലാണ് നാം ഈ പരിശോധന നടത്തുക. പരിശുദ്ധ അമ്മ ഈ അന്വേഷണത്തിൽ നമ്മെ സഹായിക്കുന്നു. ഉറച്ച അടിസ്ഥാനത്തിൽ എൻ്റെ ജീവിതത്തെ പണിയണം എന്ന് കഴിഞ്ഞ ദിവസം നാം ധ്യാനിച്ചു. പാറമേൽ അടിത്തറയിട്ട് പണിയുക. ഏത് പ്രതികൂലത്തെയും അതിജീവിക്കുന്നതിന് ആവശ്യമാകുന്ന ആ ഒരു ബലം ഉറപ്പാക്കിക്കൊണ്ട് പണിയുക. അതിന് ദൈവസന്നിധിയിൽ നാം സമയം ചിലവഴിക്കണം. ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവഹിതം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം എന്ന് കഴിഞ്ഞ ദിവസം നാം ധ്യാനിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ ഏകാഗ്രതയോടെ സമയം ചിലവഴിക്കാനും നമ്മുടെ ജീവിതം ഭദ്രമായി ഉറച്ച അടിസ്ഥാനത്തിൽ പണിതുയർത്താനും നാം സ്വീകരിക്കേണ്ട ചില മാർഗങ്ങളുണ്ട്. നാം ഉറപ്പാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, നമ്മളിൽ നിന്നും സാത്താൻ ബഹിഷ്കൃതനാണ് എന്ന് നാം ഉറപ്പാക്കണം. നമ്മിലൂടെ സാത്താൻ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നാം ആത്മശോധന ചെയ്യണം. രണ്ടാമതായി, സ്വർഗത്തിന്റെ കൃപ
നമ്മിലേക്ക് സ്വീകരിക്കാനുള്ള വഴികൾ അടഞ്ഞു പോകാതെ നാം സൂക്ഷിക്കണം. എന്താണ് ആ വഴികൾ? ഒന്ന് പ്രാർത്ഥനയാകുന്ന വഴിയാണ്. മത്തായിയുടെ സുവിശേഷം 11:24-25 പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിച്ചു എന്ന് വിശ്വസിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. മർക്കോസിന്റെ സുവിശേഷം 11-ാം 23, 24, 25 വചനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവീൻ. അപ്പോൾ പ്രാർത്ഥിക്കാനുള്ള ഒന്നാമത്തെ വ്യവസ്ഥ ക്ഷമിക്കുക എന്നുള്ളതാണ്. ക്ഷമിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥനയ്ക്ക് ഇതുപോലെ അനിവാര്യമാണ് വിശ്വാസം. അത് നാം വായിച്ചു കേട്ടു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവന് അത് സാധിച്ചു കിട്ടും. അപ്പോൾ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് സ്വർഗത്തിന്റെ കൃപ നമ്മിലേക്ക് പ്രവഹിക്കുന്നതിനുള്ള ഒന്നാമത്തെ മാർഗം. എന്നാൽ അതിനുള്ള വ്യവസ്ഥ എന്താണ്? അതിനുള്ള വ്യവസ്ഥ, ഏക വ്യവസ്ഥ, എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവീൻ. ക്ഷമിക്കാതെയുള്ള പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുകയില്ല എന്നുള്ളതാണ് ഒന്നാമതായി നാം അനുസ്മരിക്കണം. രണ്ടാമതായി, ദൈവത്തിന്റെ കൃപ നമ്മിലേക്ക് പ്രവഹിക്കുന്ന രണ്ടാമത്തെ വാതിൽ ദൈവസന്നിധിയിൽ നാം അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനകളാണ്, ബലിയർപ്പണമാണ്. ബലിയർപ്പിക്കുമ്പോൾ നാം എന്തു ചെയ്യണം? മത്തായിയുടെ സുവിശേഷം 5:23-24 നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യപ്പെടുക. പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കും. കാഴ്ച അർപ്പിച്ചിട്ട് ബലിയർപ്പിക്കാം എന്നുള്ളതല്ല, കാഴ്ച അർപ്പിച്ചിട്ട് പോയി ക്ഷമിക്കാം എന്നുള്ളതല്ല, മറിച്ച് ക്ഷമിച്ചതിനു ശേഷമേ ബലിയർപ്പിക്കാൻ പാടുള്ളൂ. ക്ഷമയില്ലാതെ നാം അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനകൾ സ്വീകരിക്കപ്പെടുകയില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ കുർബാന അർപ്പണത്തെ സംബന്ധിച്ച് നാം ചിന്തിക്കണം. നമ്മുടെ പ്രാർത്ഥനകളെ സംബന്ധിച്ച് നാം ചിന്തിക്കണം. ഇത്രമാത്രം സമയം ഞാൻ ചിലവഴിക്കുന്നുണ്ടെന്ന് പക്ഷേ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ക്ഷമയില്ലാതെ പ്രാർത്ഥിച്ചാൽ ലഭിക്കുകയില്ല. പലപ്പോഴും പറയും, ഞാൻ ഇത്രമാത്രം കണ്ണീരോടെ പ്രാർത്ഥിച്ചു, പക്ഷെ കിട്ടിയില്ല. ഞാൻ ഇത്രമാത്രം ബലിയർപ്പിച്ചു, വിശുദ്ധ കുർബാനയിൽ ഭാഗവാക്കായി, പക്ഷെ ഫലമുണ്ടായില്ല. നാം ഓർമ്മിക്കണം, യോഗ്യതയോടെയാണോ നാം ബലിയർപ്പിച്ചത്, യോഗ്യതയോടെയാണോ നാം പ്രാർത്ഥിച്ചത്, അവിടെ ഫലരഹിതമായി പോകുന്ന നമ്മുടെ ബലിയർപ്പണങ്ങളും ഫലരഹിതമായി പോകുന്ന നമ്മുടെ പ്രാർത്ഥനകളും നാം പ്രത്യേകിച്ചും തിരുത്തേണ്ട ഒരു മേഖലയാണ് എന്ന് ഓർമ്മിക്കും. മൂന്നാമതായി, പാപക്ഷമ ലഭിക്കാനുള്ള ഏക വ്യവസ്ഥ മത്തായിയുടെ സുവിശേഷം 6:14 മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കുകയില്ല. അപ്പൊ ക്ഷമ കിട്ടാനുള്ള ഏക വ്യവസ്ഥ ക്ഷമ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ കുമ്പസാരങ്ങൾ എങ്ങനെയെന്ന് പരിശോധിക്കണം. നാം അനുരഞ്ജനത്തിന്റെ കൂദാശ സ്വീകരിക്കുന്നു, പക്ഷെ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുന്നില്ല.
അതനുസരിച്ച് നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടുന്നില്ല. കാരണം എന്ത്? അയോഗ്യമായ കുമ്പസാരങ്ങളാണ്, ഏറ്റുപറച്ചിലാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ ബലഹീനമാക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് ക്ഷമിക്കാതിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ക്ഷമ കൊടുക്കണം. വിദ്വേഷത്തിന്റെ വിത്ത് വളർന്ന് ദോഷം ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. വിദ്വേഷത്തിന്റെ വേര് വളരുകയാണ്. വിദ്വേഷത്തിന്റെ വേര് വളരുകയാണ്. എബ്രായക്കാർക്ക് ലേഖനം 12:15. വിദ്വേഷത്തിന്റെ വേര് വളർന്ന് അത് നമ്മുടെ ജീവിതത്തെ മുരടിപ്പിച്ചു കളയും, ഫലരഹിതമാക്കി തീർക്കും. എഫേസ്യക്കാർക്ക് ലേഖനം 4-ാം അധ്യായം 26-ാമത്തെ വചനം, കോപിക്കാം എന്നാൽ പാപമാകരുത്, നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടു നിൽക്കാതിരിക്കട്ടെ, സാത്താന് നിങ്ങൾ ഇടം കൊടുക്കരുത്. അപ്പോൾ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടു നിന്നാൽ എന്ന് പറഞ്ഞാൽ കോപം വെറുപ്പായി വിദ്വേഷമായി മാറുക എന്നാണ് അർത്ഥം. നമ്മളൊരു വെളിച്ചമുണ്ട്. ദൈവം നമ്മൾ വസിക്കുമ്പോഴുള്ള വെളിച്ചം എന്താണ്? യഥാർത്ഥത്തിൽ സ്നേഹത്തിന്റെ പ്രകാശമാണ്. സ്നേഹത്തിന്റെ പ്രകാശമാണ്. വെറുപ്പായി കഴിയുമ്പോൾ ഈ പ്രകാശമണയും, ഇരുട്ട് കയറും. സ്നേഹത്തിന്റെ വെളിച്ചമണയുകയും വിദ്വേഷത്തിന്റെ ഇരുട്ട് കയറുകയും ചെയ്യുമ്പോൾ വിദ്വേഷത്തിൽ തടിച്ചു കൊഴുക്കുന്നവനാണ് സാത്താൻ. മത്സ്യം വെള്ളത്തിൽ എന്ന വണ്ണം സാത്താൻ ജീവിക്കുന്നത് വിദ്വേഷത്തിലും വെറുപ്പിലുമാണ് എന്ന് നാം ഓർമ്മിക്കണം. അപ്പൊ സാത്താൻ കയറി വന്നു കഴിയുമ്പോൾ എന്താണ്? നമുക്ക് പലതരത്തിൽ രോഗങ്ങൾക്ക് അത് കാരണമാകും. നമുക്കറിയാം സാത്താൻ വരുന്നത് എന്തിനു വേണ്ടിയാണ്? യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 10-ാമത്തെ വചനം, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനുമാണ്. എന്നാൽ കള്ളൻ വരുന്നത് മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ്. സാത്താൻ എന്ന കള്ളൻ നമ്മുടെ സമാധാനം മോഷ്ടിക്കും, നമ്മുടെ സന്തോഷം മോഷ്ടിക്കും, നമ്മുടെ ആരോഗ്യം മോഷ്ടിക്കും, എല്ലാ നന്മകളും അവൻ മോഷ്ടിച്ചു കളയുമെന്ന് നാം ഓർമ്മിക്കും. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ആരോഗ്യം മോഷ്ടിക്കാനിടയായിത്തീരുന്നു. നമ്മളുടെ ആരോഗ്യം മോഷ്ടിക്കാനിടയായിത്തീരുന്നു. പലതരത്തിലുള്ള രോഗങ്ങൾക്ക് അത് കാരണമായിത്തീരുന്നു. ഒന്നാമതായി വെറുപ്പ് വഴിയായി സംഭവിക്കുന്നത് ഇതാണ്: സമാധാനം നഷ്ടപ്പെടും. മറ്റുള്ളവരോട് സംശയമാണ്. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ നമുക്ക് സംശയമാണ്. മറ്റുള്ളവർ നമ്മെ സന്ദർശിക്കുമ്പോൾ നമുക്ക് സംശയമാണ്. നമുക്ക് മറ്റുള്ളവരെ സംശയത്തോടെ കാണാനിടയായിത്തീരുന്നു. നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്നു. രണ്ടാമതായി, വെറുപ്പിലും വിദ്വേഷത്തിലുമായിരിക്കുന്നവർക്ക് ദുശീലം ഇരട്ടിക്കും. ആരോടെങ്കിലും വെറുപ്പ് മനസ്സിലുണ്ടെങ്കിൽ അത് ജീവിത പങ്കാളിയോടായാലും മക്കളോടായാലും സഹപ്രവർത്തകരോടായാലും അയൽവക്കക്കാരോടായാലും ആരോടെങ്കിലും വിദ്വേഷം അങ്ങോട്ട് കടുക്കുമ്പോൾ ഉള്ള ദുശീലങ്ങൾ വർദ്ധിക്കും. ഈ വിദ്വേഷം കുറെ കൂടി കടുക്കുകയാണെങ്കിൽ മൂന്നാമത് പുതിയ പുതിയ ദുശീലങ്ങളിലേക്ക് നയിക്കപ്പെടും. മദ്യപാനാസക്തി ഇല്ലാതിരുന്നയാളിൽ ജീവിത പങ്കാളിയോടുള്ള വെറുപ്പ് മദ്യപാനത്തിലേക്ക് അവനെ നയിച്ചു എന്ന് വരാം. ഒരുപക്ഷെ അവിഹിതമായ ബന്ധങ്ങളിലേക്ക് അവനെ നയിച്ചു എന്ന് വരാം. പലതരത്തിലുള്ള തഴക്ക ദോഷങ്ങളിലേക്ക് അവനെ നയിച്ചു എന്ന് വരാം. അതുപോലെ തന്നെ ഈ വിദ്വേഷവും വെറുപ്പും മാനസികവും ശാരീരികവുമായ രോഗങ്ങളിലേക്ക് നയിക്കും. മാനസികവും ശാരീരികവുമായ രോഗങ്ങളിലേക്ക് നയിക്കുന്നു. ഈ സൈക്കോസൊമാറ്റിക് രോഗങ്ങൾക്ക് പലപ്പോഴും കാരണമായി നിൽക്കുന്നത് മനസ്സിലുള്ള ഈ വിദ്വേഷവും ഈ വെറുപ്പും പലതരത്തിലുള്ള ഭാവപതർച്ചകളുമാണ് എന്നുള്ളതും നാം ഓർമ്മിക്കണം. അതുപോലെ തന്നെ ഒരു ദുർവാശി നമ്മൾ കയറി വരാനിടയായിത്തീരുന്നു എന്നുള്ളത് കൊണ്ട് പൊട്ടത്തരങ്ങളിൽ നിന്ന് പൊട്ടത്തരങ്ങളിലേക്ക്, കാരണം വാശിയിലാണ് പ്രവർത്തിക്കുന്നത്, മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? നാം കടമെടുത്ത് ചിലവാക്കും മറ്റുള്ളവരെ തോൽപ്പിക്കാൻ. അല്ലെങ്കിൽ വാശിയോടുകൂടി തെറ്റായ മാർഗങ്ങളിലൂടെ നാം സഞ്ചരിക്കാൻ ഇടയായിത്തീരും. അതുകൊണ്ട് തീരുമാനങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയിലായിരിക്കില്ല. മുൻപിൻ നോക്കാതെ അവൻ ദുർവാശിയുടെ അടിസ്ഥാനത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ, പൊട്ടത്തരങ്ങൾ അവനെ കൊണ്ട് നിർത്തിക്കും. ആത്മീയമായ അന്ധകാരത്തിൽ അവനെ തറയ്ക്കും. ആത്മീയമായ അന്ധകാരത്തിൽ അവനെ തറയ്ക്കും. 1 യോഹന്നാൻ 2:9 താൻ പ്രകാശത്തിലാണെന്ന് പറയുകയും
അതേസമയം തൻ്റെ സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്യുന്നവൻ ഇപ്പോഴും അന്ധകാരത്തിലാണ്. ഇപ്പോഴും അന്ധകാരത്തിലാണ്. അപ്പോൾ വെളിച്ചമണഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ്. അങ്ങനെയുള്ളവർക്ക് പശ്ചാത്തപിക്കാൻ സാധിക്കുകയില്ല. ആഴമായ പശ്ചാത്താപവും അവർക്ക് സാധിക്കാതെ വരുന്നു. പ്രിയപ്പെട്ടവരെ, നാം ഓർമ്മിക്കുക, നാം ക്ഷമിക്കണം. നാം ക്ഷമിക്കണം. ക്ഷമിക്കുന്നതിനുള്ള മാതൃക യേശു ക്രിസ്തുവാണ്. ഏറ്റവും മനോഹരമായ മാതൃക. യേശു ക്രിസ്തു ക്ഷമിക്കാൻ ഒരേ ഒരു വ്യവസ്ഥ മാത്രമാണ് വെച്ചത്. എന്താണ് ഒരേ ഒരു വ്യവസ്ഥ? ഇതാണ്: അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല, അവരോട് ക്ഷമിക്കണം. അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല, അവരോട് ക്ഷമിക്കണം. അപ്പോൾ മറ്റുള്ളവരോട് നാം സ്വീകരിക്കാൻ സാധിക്കുന്ന ഈ മനോഭാവം മാത്രമാണ്. മറ്റൊരു ന്യായീകരണവുമില്ല. എന്നോട് ദ്രോഹം ചെയ്യുന്നവരോട് ഞാൻ ക്ഷമിക്കുന്നതിനുള്ള ഏക വ്യവസ്ഥ തിരിച്ചറിവില്ലാതെ അവൻ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്ന് ഓർമ്മിക്കണം. സാത്താന്റെ പിടിയിൽ നിന്നുകൊണ്ട് അവൻ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്ന് ഓർമ്മിക്കണം. രണ്ടാമതായി, യേശുക്രിസ്തു ക്ഷമിച്ചത് എങ്ങനെയാണ്? യേശുക്രിസ്തു ക്ഷമിച്ചത് വ്യവസ്ഥ വെക്കാതെയാണ്. യേശുക്രിസ്തു ക്ഷമിച്ചത് യാതൊരു വ്യവസ്ഥയും വെക്കാതെ. ഒരു വ്യവസ്ഥയും വെക്കാതെ. എന്നെ വേദനിപ്പിച്ചു, പക്ഷെ ആരാണ് പരിഹാരം ചെയ്തത്? മൂന്നാമതായതാണ്, യേശു പരിഹാരം ചെയ്തുകൊണ്ട് ക്ഷമിച്ചു. മറ്റുള്ളവരുടെ തെറ്റുകൾക്ക് പരിഹാരം ചെയ്തുകൊണ്ട് യേശു ക്ഷമിച്ചു. തന്നോട് എന്നെ കുരിശിലേറ്റാൻ കാരണക്കാരായവരോട് ക്ഷമിക്കുക മാത്രമല്ല, അവരുടെ തെറ്റുകൾ ക്ഷമിക്കാൻ വേണ്ടി പരിഹാരം അനുഷ്ഠിച്ചു. ഞാനും നിങ്ങളും അവിടുത്തെ വേദനിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് വേണ്ടി കൂടി അവിടുന്ന് പരിഹാരം അനുഷ്ഠിച്ചു എന്ന്. നാലാമതായി, അവിടുന്ന് ഇറങ്ങി വന്ന് ക്ഷമിച്ചു. ധൂർത്തപുത്രന്റെ കഥയിൽ മൂത്തപുത്രന്റെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്ന് മകനെ എന്ന് പറഞ്ഞുകൊണ്ട്, നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്, അപരിചിതനെ പോലെ നിൽക്കുന്ന മകന്റെ മുമ്പിലേക്ക് മകനെ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്ന ഒരു പിതാവിന്റെ ചിത്രമാണ് നമുക്ക് ഇവിടെ യേശുക്രിസ്തുവിൽ കണ്ടെത്താൻ സാധിക്കുന്നത്. അഞ്ചാമതായി ഓർമ്മിക്കുക, സമ്പൂർണമായ ക്ഷമയാണ് നൽകിയത്. യേശുക്രിസ്തു ഒന്നും മിച്ചം വെച്ചില്ല. സമ്പൂർണമായ ക്ഷമ. ആ സമ്പൂർണമായ ക്ഷമ സാധ്യമാകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാം സ്നേഹം കൊണ്ട് നിറയണം എന്നാണ്. നാം സ്നേഹം കൊണ്ട് നിറയണമെന്ന് നാം ഓർമ്മിക്കണം. അപ്പോൾ ഇവിടെ എളിമയോടെ അവൻ രമ്യപ്പെട്ടു. അപ്പോൾ തന്നെ വേദനിപ്പിച്ച ശത്രുവിനെ, ആ ശത്രുവിന് വേണ്ടി ഇറങ്ങി വന്ന് വ്യവസ്ഥ വയ്ക്കാതെ അവരുടെ തെറ്റുകൾക്ക് പരിഹാരം അനുഷ്ഠിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുന്ന് ക്ഷമിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ബലഹീനരാണ്. നമുക്കൊക്കെ ഇതുപോലെ ക്ഷമിക്കാൻ അനേക വ്യക്തികൾ ഉണ്ടാവും, അനേക ഓർമ്മകൾ ഉണ്ടാവും. അവയെല്ലാം നാം ക്ഷമിച്ചില്ലെങ്കിൽ നാം ബലഹീനരായിത്തീരും. ആ വെറുപ്പിന്റെ വാതിലുകളിലൂടെ സാത്താൻ കടന്നു വന്ന് നമ്മെ കീഴ്പ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നാം സ്നേഹം കൊണ്ട് നിറയണം. നമ്മുടെ ജീവിതം ഉറപ്പിച്ചെടുക്കാൻ, നമ്മളുടെ ജീവിതം തേജസ്സുള്ളതാക്കി തീർക്കാൻ, നമ്മുടെ ജീവിതം ഏത് പ്രതികൂലത്തെയും അതിജീവിച്ചുകൊണ്ട് സാക്ഷ്യം നൽകുന്ന ഒരു ജീവിതമായി മുന്നേറാൻ, കുരിശിലേക്ക് നോക്കി സ്നേഹത്തിന്റെ പാഠം ഉൾക്കൊണ്ട് ക്ഷമയെന്ന വലിയ ശക്തി ഉപയോഗിച്ച് നാം കരുത്തരാകണം. ബലഹീനരാണ് വെറുപ്പിലും വിദ്വേഷത്തിലും ആയിരിക്കുന്നത്. ക്ഷമയാണ് ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി. ആ ഒരു മാർഗമാണ് സർവശക്തനായ ദൈവം ഉപയോഗിച്ചത്, ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ദൈവീകതയിൽ പങ്കാളികളാകുക എന്നതിന്റെ അർത്ഥം, പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന്റെ ക്ഷമയിൽ ഭാഗവാക്കാകുക, പിതാവിന്റെ സ്നേഹത്തിൽ ഭാഗവാക്കാകുക. ആ ഭാഗവാക്കായിക്കൊണ്ട് മറ്റുള്ളവരോട് നമുക്ക് ക്ഷമിക്കാം. എങ്കിൽ നമുക്ക് ക്ഷമ കിട്ടും, നമുക്ക് കാരുണ്യം കിട്ടും, നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടും, നമ്മുടെ ബലി സ്വീകരിക്കപ്പെടും, നമുക്ക് പാപക്ഷമ കിട്ടും, നാം അനുഗ്രഹീതരായിത്തീരും. അപ്പോൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ ആർക്കാണ് ലാഭം, ആർക്കാണ് നേട്ടം, ആർക്കാണ് നന്മയുണ്ടാവുക? ക്ഷമിക്കുന്നവനാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവുണ്ടാകട്ടെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നാം എല്ലാം പരിശുദ്ധ അമ്മയുടെ മക്കളാണ്. അമ്മയുടെ മടിത്തട്ടിൽ ഒന്നിക്കുന്നവരാണ്. നാം പരസ്പരം സഹോദരി സഹോദരന്മാരാണ് എന്നുള്ള ഒരു ബോധ്യത്തോടെ
ഈ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളാണ് എന്നുള്ള ബോധ്യത്തോടെ പരസ്പരം ക്ഷമിക്കാനും മറ്റുള്ളവരെ സ്നേഹം കൊണ്ട് മൂടി അവരെ അനുഗ്രഹിക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ തിന്മയുടെ ശക്തിയിൽ നിന്നും വെറുപ്പിന്റെ ദുരാത്മാവിൽ നിന്നും നിങ്ങൾ മോചിതരായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ലുത്തിനിയ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സർവശക്തനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജീവദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സ്നേഹദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ശക്തിദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സഹായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സർവനന്മ സ്വരൂപിയായിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. കരുണയാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നീതിയുടെ ഉറവിടമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ഭയമകറ്റുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രത്യാശ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജ്ഞാനം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ബുദ്ധി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. അറിവ് നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിവേകം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആലോചന നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദൈവഭക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദൈവഭയം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആത്മശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സ്നേഹമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ശാന്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആനന്ദമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ക്ഷമ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദയ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നന്മ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സൗമ്യശീലം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ബ്രഹ്മചര്യം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. അനുസരണം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിശ്വാസം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സകലത്തെയും പൗത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സകലത്തെയും ശക്തിമൽക്കരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രലോഭനങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സാത്താന്റെ കുടിലതന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിക്കാൻ ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിശുദ്ധ കുർബാനയിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. കൂദാശകളിലൂടെ ഞങ്ങളെ പൗത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജീവജലത്തിന്റെ അരുവിയായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നിത്യജീവനിലേക്ക് എന്നെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. എന്റെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്ന സ്നേഹമേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. യഥാർത്ഥ മരിയഭക്തി. ഖണ്ഡിക 97. യഥാർത്ഥ മരിയഭക്തിയും അയഥാർത്ഥ മരിയഭക്തിയും. സ്വയം വഞ്ചിതർ. ദുഷ്പ്രവണതകൾക്ക് അടിപ്പെട്ട് ജീവിക്കുന്ന പാപികൾ അഥവാ ലൗകികരാണവർ. ക്രിസ്ത്യാനികളെന്നും മരിയഭക്തരുമെന്നുമുള്ള മനോഹര നാമങ്ങളിൽ തങ്ങളുടെ അഹങ്കാരം, ദ്രവ്യാഗ്രഹം, അശുദ്ധത, മദ്യപാനം, കോപം, ഈശ്വരനിന്ദ, അനീതി, അപവാദം ആദിയായ പാപങ്ങളെ മറച്ചുവെക്കുന്നവർ. തങ്ങളെ തന്നെ തിരുത്തുന്നതിന് ആത്മാർത്ഥമായി പ്രയത്നിക്കാതെ അവർ മരിയഭക്തരെന്ന പേരും പേറി ദുഷ്തഴക്ക ചെളിക്കുണ്ടിൽ ശാന്തമായി ഉറങ്ങുന്നു. ദൈവം എല്ലാം ക്ഷമിച്ചുകൊള്ളും എന്നാണ് അവരുടെ ഭാവം. അവർ കൊന്ത ജപിക്കുകയും ശനിയാഴ്ച തോറും ഉപവസിക്കുകയും ഒത്തിരിയ സഖ്യത്തിലോ ജപമാല സഖ്യത്തിലോ സൊഡാലിറ്റിയിലോ ചേരുകയും ഒത്തിരിയുമോ ചങ്ങലയോ ധരിക്കുകയും ചെയ്യുന്നുണ്ടാവാം. മരണാവസരത്തിൽ പാപമോചനം പ്രാപിക്കുന്നതിനും നിത്യഭാഗ്യം ലഭിക്കുന്നതിനും അത് മതിയെന്നാണ് അവരുടെ വിശ്വാസം. ഇത്തരം ഭക്തി പിശാചിൻ്റെ ജാലവിദ്യയും വിനാശകരമായ സാഹസികതയുമാണെന്ന് പറഞ്ഞാൽ അവരത് വിശ്വസിക്കുകയില്ല.
അവർക്ക് ചില മറുപടികൾ പറയാനുണ്ടാകും. ദൈവം നല്ലവനും കാരുണ്യവാനുമാണ്. നശിപ്പിക്കുന്നതിനല്ല അവിടെ നമ്മെ സൃഷ്ടിച്ചത്. പാപം ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല. കുമ്പസാരം കൂടാതെ ഞങ്ങൾ മരിക്കുക അസാധ്യം. മരണസമയത്ത് ഒരു പരിപൂർണ അനുതാപം മതിയാകും സ്വർഗം പ്രാപിക്കുവാൻ. ഇങ്ങനെ 100 ന്യായങ്ങൾ അവർ ഉന്നയിക്കും. തങ്ങൾ മരിയഭക്തരാണ്, മാതാവിന് ഒത്തിരിയും ധരിക്കുന്നുണ്ട്, അനുദിനം മാതാവിനോട് പ്രാർത്ഥിക്കുന്നു, ചിലപ്പോഴൊക്കെ ജപമാലയും ഒപ്പീസും ചൊല്ലാറുണ്ട്, ഉപവസിക്കാറുണ്ട് എന്നെല്ലാം അവർ പറയും. തങ്ങളെ തന്നെ ന്യായീകരിക്കുവാൻ കേട്ടിട്ടുള്ളതോ വായിച്ചിട്ടുള്ളതോ ആയ കഥകളെല്ലാം പറഞ്ഞു തുടങ്ങും. അത് വാസ്തവമാണോ അല്ലയോ എന്നത് അവർക്ക് ചിന്താവിഷയമേ അല്ല. ചാവദോഷത്തോടെ മരിച്ചവർ പാപമോചനം നേടുവാൻ പുനർജീവിച്ചതും കുമ്പസാരം കഴിയുന്നതുവരെ വിസ്മയകരമാം വിധം ആത്മാവ് അവരിൽ നിന്നും പിരിയാതിരുന്നതും അവർ വിവരിക്കും. ജീവിതകാലത്തു മാതാവിനെ സ്തുതിക്കായി ചില പ്രാർത്ഥനകൾ ചൊല്ലുകയോ പത്യകൃത്യങ്ങൾ അനുഷ്ഠിക്കുകയോ ചെയ്തിരുന്നതിനാൽ മാതാവിൻ്റെ പ്രത്യേക കാരുണ്യം വഴി മരണസമയത്തു പൂർണ്ണ മനസ്താപമുണ്ടായതും പാവപൂർത്തി ലഭിച്ചതും അങ്ങനെ നിത്യരക്ഷ പ്രാപിച്ചതും വളരെ തന്മയത്വത്തോടെ അവർ വിവരിച്ചു കേൾപ്പിക്കും. ഇപ്രകാരം തങ്ങൾക്കും രക്ഷപ്പെടാമെന്നാണ് അവരുടെ പ്രതീക്ഷ. ഞാൻ പാപിയായിരിക്കെ എനിക്ക് വേണ്ടി മരിച്ച് എന്നോടുള്ള സ്നേഹം പ്രകടമാക്കിയ കർത്താവായ യേശുവേ, എനിക്ക് ഇഷ്ടമില്ലാത്തവരെ സ്നേഹിക്കാനുള്ള എൻ്റെ കഴിവുകേട് അങ്ങേ സന്നിധിയിൽ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. എൻ്റെ പാപത്തിൻ്റെയും കൂടി ഫലമായി എന്നിൽ വളർന്ന് വേരൂന്നിയ ഈ അടിസ്ഥാന തിന്മ എന്നിൽ നിന്നും ദൂരീകരിക്കണമേ. എല്ലാവരെയും അവരുടെ കുറവുകളോടുകൂടി അംഗീകരിക്കുവാനും സ്നേഹിക്കുവാനും എനിക്ക് കൃപ നൽകണമേ. കുറവുകളും കുറ്റങ്ങളും ഉള്ളവരെ വീണ്ടെടുക്കാൻ സ്വജീവൻ ബലി കഴിച്ച അങ്ങേ സ്നേഹം അവരെ സ്നേഹിച്ച് വീണ്ടെടുക്കാൻ എനിക്ക് ഉത്തേജനമാകട്ടെ. പരിശുദ്ധ അമ്മയ്ക്ക് സമ്പൂർണ്ണ സമർപ്പണം ചെയ്യാൻ ആത്മാർത്ഥമായി ഒരുങ്ങുന്ന എന്നെ മാതാവിന്റെ ഹൃദയത്തിലൂടെ മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെടുത്തണമേ. അങ്ങനെ ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ ഞാൻ പ്രാപ്തി നേടട്ടെ. ദൈവത്തെയും മനുഷ്യരെയും പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ച പരിശുദ്ധ മറിയമേ, നിനക്ക് ജീവിതം സമർപ്പിക്കാൻ ഒരുങ്ങുന്ന എന്നെ നീ സഹായിക്കണമേ. പരിധിയില്ലാത്ത സ്നേഹത്തിലേക്ക് എന്നെ വളർത്തണമേ. ആമേൻ. പരിശുദ്ധരാജ്ഞി, കരുണയുടെ മാതാവേ സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാതിരവും ശരണവുമേ സ്വസ്തി. ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിന്റെ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നിലപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥേ, അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാതിരവും നിറഞ്ഞ കന്യകാമറിയമേ, ആമേൻ. കാരുണ്യവാനായ ദൈവം അവിടുത്തെ ദിവ്യമായ സ്നേഹത്താൽ നമ്മളെ ഓരോരുത്തരെയും നിറയ്ക്കട്ടെ. ക്ഷമ കൊടുക്കുവാനും ക്ഷമ സ്വീകരിക്കാനും ആവശ്യമാകുന്ന സ്വർഗീയ കൃപകളാൽ നിങ്ങൾ ഓരോരുത്തരും നിറയപ്പെടട്ടെ. വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും ദുരാത്മാക്കൾ ബന്ധിക്കപ്പെടട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സംബന്ധവും സഹവാസവും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണവും മാലാഖമാരുടെ കാവലും എൻ്റെ വാത്സല്യഭാചനങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.